ഞാൻ ഉണ്ണി ഓർമ്മിക്കും. ഇപ്പോഴും ഈ ഇട്ടത് വന്നപ്പോൾ ആ പാട അക്ഷരം അട്ടിച്ച് നിലവിളിക്കുന്നത് ഇപ്പോഴും എന്റെ മനസ്സിൽ. 100ാം വാർഷികം ആഘോഷിച്ച താമരശ്ശേരി പള്ളിപ്പുറം സ്കൂളിൻ്റെ ഉദ്ഘാടകനായി എത്തിയത് ആ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥിയായി പഠിച്ചിരുന്ന സംവിധായകൻ ഹരിഹരനായിരുന്നു. സ്കൂളിൻ്റെ അങ്കണത്തിൽ എത്തിയപ്പോൾ പഴയ കാല ഓർമ്മകൾ ഓരോന്നായി വന്നു. ആ സ്കൂളിലെ ആദ്യ വിദ്യാർത്ഥി കൂടിയായിരുന്നു ഹരിഹരൻ. സംവിധായകൻ ഹരിഹരൻ തൻ്റെ ബാല്യകാല സുഹൃത്തായ ഉണ്ണിയെ തിരഞ്ഞു. ഉണ്ണിയെ ആലോചിച്ച് കണ്ണുകൾ നിറഞ്ഞു. കഥ പറയുമ്പോൾ എന്ന സിനിമയിലെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി ബാർബർ ബാലനെ തിരഞ്ഞ പോലെ ഒരു നിമിഷം ആ സീൻ യാദൃശ്ചികമായി ഇവിടെ യാഥാർത്ഥ്യമാവുകയായിരുന്നു. കൂട്ടുകാരനായ ഉണ്ണിയെ ആ സ്കൂളിലെ മാഷായ തൻ്റെ അച്ഛനെ കൊണ്ട് തല്ല് വാങ്ങിപ്പിച്ചതോർത്ത് കണ്ണു നിറച്ചു. ഉണ്ണി, നീ എവിടെയാണെന്ന് വിളിച്ചു ചോദിച്ചു. താൻ സ്കൂളിൽ കാണിച്ച ഓരോ കുരുത്തക്കേടുകളും കഥകളായി ഉദ്ഘാടന വേളയിൽ പറയാൻ മറന്നില്ല. അത് ഈ കള്ളന്മാരെ കണ്ട ഉടനെ മനസ്സിലാക്കുന്നത് എന്റെ മൂട് ഇതുപോലെ കണ്ട അച്ഛനോ സംശയം തോന്നി. ഒന്നടി രാത്രി എന്നെ വിളിച്ചു വിട്ടു. സത്യം പറ, അവൻ കൊടുത്തിട്ട് നന്ദി. അപ്പൊ ഇതിന് സത്യം പറ വാക്ക് കിട്ടണ്ടേ? കരയാൻ തുടങ്ങി. നീ കള പറഞ്ഞല്ലേ? അത് വെച്ചാ നീട്ടി കൈ നീട്ടിക്കൊടുത്തു. ഭയങ്കരമായി അടിച്ചു. അടിയോട് അടി കണ്ടപ്പോൾ അമ്മയോട് ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങളെ? നിർത്തി. കഴിഞ്ഞ രാത്രി കിടന്നു ഉറങ്ങുന്നത് എന്നെ കുറിച്ച് നടിയിൽ പറഞ്ഞു, മോനെ കളവ് പറഞ്ഞ കള്ളനാണ്, കളവ് പറഞ്ഞ കള്ളന് സമാണ്. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാൻ പാടില്ല. അത് ഓർമ്മിച്ച് അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഞാൻ അടിച്ചിട്ടുള്ളത്. കളവ് പറയും, എന്ത് വന്നാലും പറയുന്നത്. സത്യം പറഞ്ഞാൽ എന്ത് വേണേൽ വന്നോട്ടെ, കളവ് പറയുന്നില്ല. ഇതെന്റെ മനസ്സിൽ അന്ന് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ കളവ് പറയാറില്ല, തമാശയ്ക്ക് പറയും. സീരിയസ് ആയിട്ട് ഞാൻ കളവ് പറയാറില്ല. സത്യം പറയാൻ ആരും ഭയമൊന്നുമില്ല. ഇതിന്റെ പാഠം അച്ഛൻ നൽകിയതാണ്. അതെന്റെ മനസ്സിൽ. അപ്പോഴൊക്കെ ഞാൻ ഈ ഉണ്ണി ഓർമ്മിക്കും. ഇപ്പോഴും ഈ ഇട്ടത് വന്നപ്പോൾ ആ പാട അക്ഷരം അട്ടിച്ച് നിലവിളിക്കുന്നത് ഇപ്പോഴും എന്റെ മനസ്സിൽ. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ പാഠങ്ങൾ. സത്യം സർവധനാ പ്രധാനം. ഇത് എഴുതി പഠിപ്പിക്കണം മാഷന്മാര്. ഇത് കോപ്പിയെല്ലാം മാത്രമല്ല, മാതാപിതാ ഗുരു ദൈവം വിദ്യാധനം സർവധനാ പ്രധാനം ഇതൊക്കെ ഇവിടുത്തെ പഠിക്കുന്നുണ്ട്. ഇത് അങ്ങനെ പഠിച്ചു വഴി കിട്ടിയിട്ടൊന്നുമില്ല. അത് മനസ്സിൽ കൊണ്ടു നടന്നില്ല. ഞാൻ അത് കൊണ്ട് നടക്കണം. അത് കൊണ്ട് നടന്നത് കൊണ്ടാണ് ഈ രീതിയിൽ നമുക്ക് ഉയരാൻ കഴിഞ്ഞിട്ടുള്ളത്. 3 അക്ഷരം അധ്യാപകന്മാർ പഠിപ്പ് കഴിഞ്ഞ് പോകുമ്പോൾ ആ വെച്ച തലയിൽ വെച്ചിട്ടാ നീ നന്നായി വരുമെന്ന് പറയുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതിന് വിലയില്ല. നന്നായി വരട്ടെ എന്ന് മൂർധാൻ വെച്ചിട്ട് അധ്യാപകൻ പറഞ്ഞാൽ അവൻ നന്നായി വരും. ഇതൊരു തന്റെ മുഹൂർത്തമാണ് ജീവിതത്തിൽ ഏറ്റവും മനോഹരമായി എക്കാലം ഓർമ്മിക്കാവും. ഞാൻ ഇവിടുത്തെ ഓർമ്മകളെ കൂടുതൽ പറയാൻ പോയിട്ട് ഒരുപാട് ആളുകൾ സംസാരിക്കാനുള്ളതുകൊണ്ട് ഒരുപാട് സ്മരണകൾ എൻ്റെ കൂടെ പഠിച്ച. അതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികളുണ്ടായിരുന്നു, പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു, നാളെ ചെലവഴിച്ച കുട്ടികൾ, പാട്ടുപാടിയുള്ളവർ ഒക്കെ എവിടെയാണ് എന്താണെന്ന് ആരെയും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നന്നായിരിക്കും തോന്നുകയാണ്. ഒരാളെങ്കിലും കാണാൻ പറ്റിയത് ഇത്രയും ഉന്നതമായ രീതിയിൽ പുരോഗമിച്ച് കൊണ്ടുവന്നു എന്നുള്ളത് നാട്ടുകാർക്കും അധ്യാപകന്മാർക്കും ഒക്കെ അഭിമാനിക്കാവുന്ന, വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ